പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ ബീനാമ മാത്യു, ബീന ടീച്ചർ. കഥയുടെ ഇന്ദ്രജാലം എന്ന ചാനലിലേക്ക് എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ അധ്യായം സ്നേഹത്തിൻ്റെ ഇന്ദ്രജാലത്തെക്കുറിച്ചായിരുന്നു. ഈ അധ്യായം സ്വപ്നത്തിൻ്റെ ഇന്ദ്രജാലത്തെക്കുറിച്ചായാലോ? സ്വപ്നം കാണാത്ത മനുഷ്യരുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങൾക്ക് 7 700 വർണ്ണങ്ങളാണുള്ളത്. എന്നാൽ ഈ സ്വപ്നങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനശ്വര കവി വയലാർ എഴുതി യേശുദാസ് പാടിയ കാവ്യമേള എന്ന ചിത്രത്തിലെ ഗാനമാണ് ഓർമ്മ വരുന്നത്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്നെങ്കിൽ സന്തതം ശൂന്യമീ ലോകം. വാക്കിൻ്റെ സൗന്ദര്യത്തോടൊപ്പം ആവിഷ്കരണ ചാരുതയും ഒത്തുചേർന്ന ഈ ഗാനം ഉദാത്തമായ കാവ്യ സങ്കല്പത്തിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. മനുഷ്യരും ദൈവങ്ങളും ജീവചൈതന്യവുമെല്ലാം സ്വപ്നങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സ്വപ്നങ്ങളില്ലാത്ത ലോകം നിശ്ചലവും ശൂന്യവുമാണെന്ന് കവി പറയുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് സൗന്ദര്യ കാഴ്ചകൾ. പ്രകൃതി സൗന്ദര്യവും മനുഷ്യ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ. അതീന്ദ്രിയമായ ലോകത്തുള്ള സൗന്ദര്യ സങ്കല്പ ശില്പങ്ങളും സൗഗന്ധിക പൂക്കളും നിദ്രയിൽ സ്വപ്നത്തിലൂടെ വന്ന് നമ്മൾക്ക് നൽകുന്ന കാഴ്ചകളാണ് സാഹിത്യത്തിലും കലയിലും പ്രകൃതിയിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. നീലക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഗന്ധർവ രാജാങ്കണം, ഗന്ധർവ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ചന്ദ്രിക, അതായത് നിലാവ് താഴികക്കുടം തീർക്കുന്നു. ആ ഗന്ധർവ രാജാങ്കണത്തിൽ അപ്സര സ്ത്രീകൾ പ്രസരിച്ചു വളർത്തുന്ന ചിത്രശലഭങ്ങളാണ് സ്വപ്നങ്ങളെന്ന് കവി ഭാവന ചെയ്തിരിക്കുന്നു. ചിത്രശലഭങ്ങളാണ് ഭൂമിയിലേക്ക് സ്വപ്നങ്ങളായി വിരുന്നു വരുന്നതും നാം അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ജാലകവാതിൽ തുറന്ന് ഉള്ളിൽ പ്രവേശിച്ച് ചുവരുകളില്ലാതെ ചിത്രം എഴുതുന്നതും. നമുക്കറിയാം, ചിത്രം എഴുതണമെങ്കിൽ ചുവരുകളോ ക്യാൻവാസോ വേണം. എന്നാൽ നിദ്രയിൽ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന സ്വപ്നങ്ങൾ ചുവരുകളില്ലാതെ ചിത്രം രചിക്കുന്നു എന്ന കാവ്യഭാവന എത്രയും അതുല്യമായ ഒന്നാണ്. എന്നാൽ ചില ചിത്രങ്ങൾ കണ്ണുനീരിൽ ചാലിച്ച് വരച്ചതാണ്. അവ സ്വപ്നത്തിൽ തന്നെ മായ്ക്കുകയും വീണ്ടും വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. വാക്കിൻ്റെ സൗന്ദര്യം, ആവിഷ്കരണത്തിൻ്റെ സാന്ദ്രത, ഇതെല്ലാം ചേർന്ന ഭാഷയുടെ ഇന്ദ്രജാലമല്ലേ ഈ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത്. സ്വപ്നങ്ങളില്ലാത്ത ലോകം എത്ര ശൂന്യമാണെന്ന് പറഞ്ഞ് കവി പിന്നീട് സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ തീർക്കുന്ന ഇന്ദ്രജാലത്തെക്കുറിച്ച്, 7 700 വർണ്ണങ്ങളെക്കുറിച്ച്, ഏറ്റവും മനോഹരമായ സൗഗന്ധിക പുഷ്പത്തെക്കുറിച്ച് ഒക്കെ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. സ്വപ്നങ്ങൾ മനുഷ്യന് പ്രതീക്ഷകൾ നൽകുന്നു. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും ഈ സ്വപ്ന കാഴ്ചകളല്ലേ. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നം നിങ്ങളെ യാഥാർത്ഥ്യത്തിലെത്തിക്കും. അതെ, നമ്മൾ കാണുന്ന കിനാവുകൾ നാളെ നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവാകട്ടെ. അവ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന, പ്രതീക്ഷകൾ പൂർത്തീകരിക്കുന്ന അനുഭവങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.